ഹലോ സ്റ്റുഡൻസ്, ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ക്രോമസോമിനെ പറ്റിയും ജീനിനെ പറ്റിയും പ്രോട്ടീൻ സിന്തസിസിനെ പറ്റിയും ആൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ ജെനറ്റിക്സിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയും അതിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകളെ പറ്റിയൊക്കെ പഠിച്ചു. ഇനി ഈ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻഡൽ എന്ന് പറയുന്ന ജെനറ്റിക്സിൻ്റെ ഫാദർ ചെയ്തിട്ടുണ്ടായ ഒരുപാട് എക്സ്പെരിമെൻറ്റിനെ പറ്റിയും ആ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം എത്തിച്ചേർന്ന ഒരുപാട് ഫൈൻഡിങ്സിനെ കുറിച്ചുമാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ജെനറ്റിക് സ്റ്റഡിയുടെ പല ബേസസും ഉണ്ടായത് ഈ ഒരു ക്രോസിങ്ങിലൂടെയാണ്, അഥവാ മെൻഡൽ അന്ന് നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ്. ഓക്കെ, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഗ്രിഗർ മെൻഡൽ നടത്തിയ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഏത് ക്യാരക്ടറിനെയാണ് എടുത്തത്, എന്താണ് ഹൈബ്രിഡൈസേഷനിൽ അഥവാ വർഗ്ഗസംകരണത്തിൽ നടത്തിയത്, എന്ത് റിസൾട്ടാണ് കിട്ടിയത് എന്നീ കാര്യങ്ങളാണ്. ഓക്കെ, പയറുചെടിയിൽ ഈ പരീക്ഷണം നടത്തുന്ന സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ടായത് ഓപ്പോസിറ്റ് ട്രേറ്റ്സ് ഉള്ള രണ്ട് വിപരീത ഗുണങ്ങളുള്ള സ്വഭാവത്തെയാണ്. ഓക്കെ, അതായത് ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗ്ഗസംകരണം നടത്തുന്ന സമയത്ത് മെൻഡൽ തിരഞ്ഞെടുത്തിട്ടുണ്ടായത് രണ്ട് വിപരീത ഗുണങ്ങളുള്ള സ്വഭാവത്തെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉയരമാണ്. ഉയരം കൂടിയതും കുറഞ്ഞതും ഒരേ സ്വഭാവം തന്നെ അതിൻ്റെ വിപരീതമായിട്ടുള്ള ഗുണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിപരീത ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ പയറുചെടിയെ തമ്മിൽ വർഗ്ഗസംകരണം അഥവാ ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ആദ്യം അദ്ദേഹം പാരൻ്റലായിട്ടുള്ള പയറുചെടികൾ പീ പ്ലാന്റ്സ് തിരഞ്ഞെടുത്തു. അവിടെ അദ്ദേഹം ചൂസ് ചെയ്തത് ഹൈറ്റ് എന്ന ഫാക്ടറാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ട്രേറ്റ്സ് ഹൈറ്റ് കൂടിയതും കുറഞ്ഞതുമാണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഒരു ജോഡി വിപരീത ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ക്രോസിങ്ങിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ രണ്ട് തലമുറയായിട്ട് കാണുന്നുണ്ടല്ലോ. ഒന്നാം തലമുറയും കാണുന്നുണ്ട്, രണ്ടാം തലമുറയും കാണുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ജനറേഷനിൽ അഥവാ ഒന്നാം തലമുറയിൽ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാം ഉയരം കൂടിയ പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഉയരം കൂടുതൽ എന്ന സ്വഭാവം അവിടെ പ്രകടിപ്പിച്ചു. ആ ക്യാരക്ടറാണ് അവിടെ എക്സ്പ്രസ് ചെയ്തത്. എന്നാൽ അവിടെ സപ്രസ് ആയത് അഥവാ അവിടെ പ്രകടമാകാത്തത് ഏതാണ്? ഉയരക്കുറവ് അഥവാ ഡാഫ്നസ് എന്ന നേച്ചറാണ്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇത്തരം ഫാക്ടേഴ്സ് അഥവാ ഇത്തരം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ട്രെയ്റ്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ഊഹിച്ചു. വിത്താണല്ലോ നമ്മൾ മണ്ണിൽ സാധാരണയായിട്ട് നടുന്നത്. അപ്പോൾ ഈ വിത്തിൽ ആ ഘടകങ്ങൾ ഉണ്ടാവും എന്ന് അദ്ദേഹം ഊഹിച്ചു. എന്നാൽ ഒന്നാം തലമുറയിൽ എന്തുകൊണ്ട് ഉയരക്കുറവ് എന്ന നേച്ചർ അഥവാ ആ ട്രെയ്റ്റ് എക്സ്പ്രസ് ആയില്ല, എന്തുകൊണ്ട് അത് സപ്രസ് ആയിപ്പോയി എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. ഉയര കൂടുതൽ എന്ന ക്യാരക്ടർ പ്രസൻ്റായി, ഉയരക്കുറവ് എന്ന ക്യാരക്ടർ അവിടെ മറഞ്ഞുപോയി, അഥവാ അവിടെ അത് പ്രകടമായില്ല. ഓക്കെ, ഇവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അതിൻ്റെ അനാലിസിസിലേക്ക് കടക്കുന്നത്. ഇതേ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലേക്ക് പോകുന്ന സമയത്ത് എന്ത് റിസൾട്ടാണ് കിട്ടിയത്? ടോട്ടൽ 1064 ചെടികളിൽ 787 എണ്ണം ഉയരം കൂടിയതായും 277 എണ്ണം ഉയരം കുറഞ്ഞവയുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് നേച്ചറും പ്രസൻ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇവിടെയാണ് നമ്മൾ ഫാക്ടേഴ്സ് അഥവാ ജീനിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള അലീൽസ് ഈ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് പഠിച്ച് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടു അല്ലേ, ഹൈറ്റ് കൂടിയ ക്യാരക്ടർ, ഹൈറ്റ് കുറഞ്ഞ നേച്ചർ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? അതായത് പാരൻസിൻ്റെ ക്രോസിങ് നടക്കുമ്പോൾ, പാരൻ്റൽ പ്ലാന്റ്സിൻ്റെ ക്രോസിങ് നടക്കുമ്പം അവരുടെ ഫസ്റ്റ് ജനറേഷനിലായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ക്രോസിങ്ങിലൂടെ വരുന്ന സെക്കൻഡ് ജനറേഷനിലായിക്കോട്ടെ, ഇതിലെല്ലാം വ്യത്യാസമായിട്ട് കാണുന്ന പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിലൂടെയാണ്. ഓക്കെ, പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ഫോംസിലൂടെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ആൻസറായിട്ട് പറയുന്നത് ജീനിലൂടെ കൈമാറി കിട്ടുന്ന ഘടകങ്ങളെ പറ്റിയാണ്, അഥവാ ഫാക്ടേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ വിത്തിൽ ഘടകങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? യെസ്, അതുപോലെ തന്നെ ഇനി നമ്മുടെ മനുഷ്യന്മാരുടെ കേസിൽ എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് അത് പാരൻസിൽ നിന്നും കിട്ടുന്ന ഗാമീറ്റ്സിലൂടെ, ഓക്കെ, അതായത് ലിംഗകോശങ്ങളിലൂടെ കിട്ടുന്ന അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പാരൻസിൽ നിന്നും കിട്ടുന്ന ഗമീറ്റ്സിൽ ഈ ഘടകങ്ങളെല്ലാം പ്രസൻ്റ് ആയിരിക്കും. ഇനി പ്ലാന്റിൻ്റെ കേസിൽ വിത്തിലായിരിക്കും ഈ ഘടകങ്ങളെല്ലാം പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഘടകങ്ങളെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ? ഓക്കെ, ഈ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളായിരിക്കും ഓരോ ക്യാരക്ടറിനെയും അഥവാ ഓരോ ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഹൈറ്റ് ആയിക്കോട്ടെ, ബോഡി കളർ ആയിക്കോട്ടെ, ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഫാക്ടേഴ്സിനെ തന്നെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അവയെ അലീലുകൾ എന്ന് പറയാം. ഓക്കെ, എന്തായിരിക്കും അലീലുകൾ എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ജീനിന് പലതരത്തിലുള്ള സ്വഭാവങ്ങളും പലതരത്തിലുള്ള തരങ്ങളും ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ, ഹൈറ്റാണ് ഇവിടുത്തെ ഫാക്ടർ എങ്കിൽ അവിടെ തന്നെ ഹൈറ്റ് കൂടിയിട്ടും വരാം, കുറഞ്ഞിട്ടും വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാവും. എനിക്ക് ബോഡി കളർ എടുത്താലും ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താണ് ഇതിൽ വ്യത്യാസം വരുന്നത്?
ഇവിടെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് അലീലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹൈറ്റ് എന്ന ഫാക്ടറിനെ എടുക്കുകയാണെങ്കിൽ ഉയരം കൂടിയതിനെ ക്യാപിറ്റൽ ടി എന്ന അലീൽ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഉയരം കുറഞ്ഞതിനെ സ്മോൾ ലെറ്റർ ടി എന്ന ലെറ്റർ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അലീൽ എന്ന് പറയുന്നത് ഒരു സ്വഭാവത്തെ, ഒരു പർട്ടിക്കുലർ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യത്യസ്ത തരങ്ങളാണ്. അവിടെ ഉയരം കൂടിയും വരാം, കുറഞ്ഞും വരാം. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ടി ഒരു അലീലായിട്ട് കൊടുക്കുന്നു. എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? യെസ്, ഉയരം കൂടിയതിനെ അഥവാ ഹൈറ്റ് കൂടിയതിനെ. ഇനി സ്മോൾ ടി എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? സ്മോൾ ടി എന്ന അലീൽ ഉയരം കുറഞ്ഞതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ജീന് കൺട്രോൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്വഭാവത്തെ വ്യത്യസ്ത തരങ്ങളിൽ പറയുന്ന സമയത്ത്, ഉയരം കൂടിയതായിട്ടും കുറഞ്ഞതായിട്ടെല്ലാം പറയുന്ന സമയത്ത് നമുക്ക് ഈ അലീൽ, ക്യാപിറ്റൽ ടി അലീൽ, സ്മോൾ ടി അലീൽ എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഈസി അല്ലേ? ഓക്കെ, ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീനോടൈപ്പും അതുപോലെ തന്നെ ജീനോടൈപ്പുമാണ്. ഓക്കെ, ഫീനോടൈപ്പ് എന്നത് ഒബ്സർവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകടമാകുന്ന തരത്തിലുള്ള സ്വഭാവമാണ്. ഓക്കെ, ഇപ്പോൾ ഫീനോടൈപ്പിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഹൈറ്റും ബോഡി കളറെല്ലാം പറയാം, നമുക്കത് കാണാൻ പറ്റും അല്ലേ? യെസ്, ഈ ഫീനോടൈപ്പിക് ക്യാരക്ടർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ജീനോടൈപ്പിക് ഫാക്ടർ അഥവാ ജീനോടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ഓക്കെ, അതായത് ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജനറ്റിക് ഫാക്ടേഴ്സ് അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അത് ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത്, യങ് ഓഫ്സ്പ്രിങ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ പ്രകടമാകാത്ത അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നു. ഫിനോടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള നേച്ചേഴ്സാണ്. ക്ലിയർ അല്ലേ? ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്താണ്, ജീൻസ് എന്താണ്, അലീലുകൾ എന്താണ്, അതുമായി അസോസിയേറ്റ് ഉള്ള ഫിനോടൈപ്പ്, ജീനോടൈപ്പ് ഇതെന്താണ് എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനിയാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ള വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് വർഗസങ്കരണ പരീക്ഷണം അഥവാ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ടെക്സ്റ്റിൽ കാണാൻ പോകുന്നത്. നമുക്ക് ക്രോസിങ്ങിനെ പറ്റി പഠിക്കാം. ശ്രദ്ധിച്ചോ, ഒരു പ്രാവശ്യം നന്നായി പഠിച്ചാൽ തന്നെ ഇത് വേഗം മനസ്സിലാവും. കുറേ കൺഫ്യൂസിങ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ പിന്നെ എത്ര നോക്കിയാലും ഇത് കോംപ്ലിക്കേറ്റഡ് ആയി വരുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒറ്റ പ്രാവശ്യം നമുക്കിത് പഠിച്ചെടുക്കാം. മാതൃസസ്യങ്ങളുടെ ഉയരം എന്ന ഫാക്ടറാണ് നമ്മളിവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഓക്കെ, മാതൃസസ്യങ്ങളെ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അലീൽസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ഉയരം കൂടിയതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ ടി ഉയരം കുറഞ്ഞതിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ബീജകോശങ്ങൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് റിസൾട്ട് അഥവാ ഫസ്റ്റ് ജനറേഷനിലെ ഒന്നാം തലമുറയിലെ റിസൾട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അതൊരു ഉയരം കൂടിയ ചെടിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഗുണം ഏതാണ്? ഉയരം കൂടുതലാണ് അഥവാ ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉയരം കൂടിയ സ്വഭാവം അഥവാ ക്യാപിറ്റൽ ടി എന്നത് സ്മോൾ ലെറ്റർ ടി എ അഥവാ ഉയരം കുറഞ്ഞതിനെ സപ്രസ് ചെയ്യുന്നു അഥവാ അതിനെ പ്രകടിപ്പിക്കുന്നില്ല, അതിനെ മറച്ചു വെക്കുന്നു. അപ്പോൾ ഉയരം കൂടിയത് അവിടെ പ്രകടമാവുകയും ഉയരം കുറഞ്ഞത് അവിടെ മറഞ്ഞു പോവുകയും ചെയ്യും. അത് ഉയരം കൂടിയത് തന്നെ മറച്ചു വെക്കുന്നതുകൊണ്ടാണ്. ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ആ ടേം ഓർത്ത് വെച്ചാൽ മതി. ഒന്നാം തലമുറയിൽ റിസൾട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ ഉയരം കൂടിയത് എന്ന ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്ത അലീൽസ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? നമ്മളതിൻ്റെ പാരൻ്റൽ പ്ലാന്റ്സ് അഥവാ മാതൃസസ്യം പഠിക്കുന്ന സമയത്ത് അവിടെ ഉയരം കൂടിയത് റെപ്രസെൻറ്റ് ചെയ്തത് ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഒന്നാം തലമുറയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയതിൽ നിന്നാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉയരം കൂടിയതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അലീൽസിൽ അവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ബട്ട് ഫിനോടൈപ്പ് എന്താണ്? ഫിനോടൈപ്പ് സെയിം ആണ്. ഓക്കെ, ജീനോടൈപ്പ് മാത്രമേ മാറിയിട്ടുള്ളൂ, ഓർത്ത് വെക്കണേ. ഇനി അവിടെ സെൽഫ് ക്രോസ് അഥവാ സ്വപരാഗണം നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത്? സെൽഫ് പോളിനേഷനിൽ 3:1 ആണ് കിട്ടുക. ഓക്കെ, അതായത് 3 ടോളും 1 ഡോർഫും. ഓക്കെ, മനസ്സിലായില്ലേ? ഒരാൾ ക്യാപിറ്റൽ ടി ബാക്കി 2 ആൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് ഒരാൾ സ്മോൾ ടി അതായത് ഡ്വാർഫ് അഥവാ ഉയരം കുറഞ്ഞത്. വളരെ സിമ്പിൾ അല്ലേ? ഉയരം കൂടിയതിനും ഉയരം കുറഞ്ഞതിനും ക്രോസ് ചെയ്യുന്നു. ഒന്നാം തലമുറയിൽ നമുക്ക് ഉയരം കൂടിയതിനെ കിട്ടുന്നു. അത് നമ്മൾ സെൽഫ് പോളിനേഷൻ അഥവാ സ്വപരാഗണം നടത്തുന്ന സമയത്ത് നമുക്ക് 3:1 എന്ന അനുപാതത്തിൽ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും കിട്ടുന്നു. ഈസി അല്ലേ? നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് എന്താണ്? 2 ഘടകങ്ങൾ ചേർന്നാണ്. മനസ്സിലായില്ലേ? ഓക്കെ, 2 ഫാക്ടേഴ്സാണ് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇനി ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം മാത്രം അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ ഒരു ഗുണം മാത്രമേ പ്രകടമാകുന്നുള്ളൂ എങ്കിൽ അതിനെ പ്രകട ഗുണം എന്ന് പറയുന്നു, ഡോമിനൻറ്റ് ട്രെയ്റ്റ്. ഓക്കെ, ഇനി റെസസീവ് ട്രെയ്റ്റ് എന്താണ്? ഗുപ്തഗുണം എന്താണ്? മറഞ്ഞിരിക്കുന്ന ഏത് സ്വഭാവമാണോ അതിനെയാണ് ഗുപ്തഗുണം അഥവാ റെസസീവ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഗുണമാണ്
ഈ ഗുപ്ത ഗുണത്തെ അഥവാ മറഞ്ഞിരിക്കുന്ന ഗുണത്തെ മറച്ചു കളയുന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗമീറ്റ്സ് അഥവാ ലിംഗകോശങ്ങൾ ഫോം ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ അവർ മിക്സ് ആവുന്നില്ല, അവർ കൂടി പിരിയുന്നില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്? അവർ വേർപിരിയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ വേർപിരിയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ ലിംഗകോശങ്ങളിൽ ആ ഒരു സെപ്പറേഷൻ വരുന്നത്. സെൽഫ് പോളിനേഷൻ അഥവാ സ്വപരാഗണം നടത്തി നമുക്ക് കിട്ടിയ റിസൾട്ട് 3:1 ആണെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പോൾ ഈ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് വിവേചന നിയമമാണ് അഥവാ ലോ ഓഫ് സെഗ്രിഗേഷനാണ്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഗമീറ്റ്സിൻ്റെ അതായത് ബീജകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതുവരെ പെയറായിട്ട് അല്ലെങ്കിൽ ജോഡിയായിട്ട് നിന്നിരുന്ന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് അവരെന്താവും? അവർ സെപ്പറേറ്റായി ഓരോ ലിംഗകോശത്തിലേക്ക് പോകും. ഓക്കെ, അതായത് അവർ ജസ്റ്റ് വേർപിരിയും. അപ്പോൾ അതാണ് അതിനുള്ള റീസണായിട്ട് നിങ്ങൾ മനസ്സിലോർത്ത് വെക്കേണ്ടത്. ഓക്കെ, മോണോഹൈബ്രിഡ് ക്രോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഓക്കെ, ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗ്ഗസങ്കലനത്തിൽ നമ്മൾ 2 സ്വഭാവങ്ങളാണ് പരിഗണിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ചെടിയുടെ ഉയരവും അതുപോലെ തന്നെ വിത്തിൻ്റെ ആകൃതിയുമാണ്. ഓക്കെ, അപ്പോൾ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഉയരം കൂടിയതോ ഉരുണ്ട വിത്തും അതുപോലെ തന്നെ ഉയരം കുറവും ചുളുങ്ങിയ വിത്തും. അപ്പോൾ ഇതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഓക്കെ, അപ്പോൾ ഉയരം കൂടിയത് ക്യാപിറ്റൽ ടി എന്ന അലീൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഉരുണ്ട വിത്തിനെ ക്യാപിറ്റൽ ആർ എന്ന അലീൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ഉയരം കുറഞ്ഞത് സ്മോൾ ടി, അതുപോലെ തന്നെ ചുളുങ്ങിയ ക്യാരക്ടറിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആർ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡോമിനൻറ്റ് ട്രേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഡോമിനൻറ്റ് ട്രേറ്റ് എന്ന് പറയുന്നത് ഉയരം കൂടിയത്, ഹൈറ്റ് കൂടിയത്, അതുപോലെ തന്നെ ഉരുണ്ട വിത്ത്, ഇത് രണ്ടുമാണ് ഡോമിനൻറ്റ് ട്രേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഗുപ്ത ഗുണത്തെ അതായത് റെസസീവ് ട്രേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാലോ. യെസ്, അതെന്ന് പറയുന്നത് ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡാണ് അല്ലേ. ഉയരം കുറഞ്ഞതും അതുപോലെ തന്നെ ചുളുങ്ങിയ വിത്തും. ക്ലിയർ അല്ലേ? ഒന്നാം തലമുറയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ, അതായത് ഒന്നാം തലമുറയിൽ കിട്ടിയിട്ടുള്ള പ്ലാന്റിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ അതായത് സ്വപരാഗണം നടത്തി നമുക്ക് കിട്ടുന്ന F2 ജനറേഷനിൽ എന്തൊക്കെ തരത്തിലുള്ള സ്വഭാവങ്ങൾ കൂടി ചേർന്ന് നോക്കിയാലോ. ഓക്കെ, ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ഒരുമിച്ച് വരുന്നു നമുക്ക് നോക്കിയാലോ. ഉയരം കൂടിയത് അതുപോലെ തന്നെ ഉരുണ്ട വിത്ത് വരാം, അതുപോലെ തന്നെ ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തും വരാം. പിന്നെ ഉയരക്കുറവും ഉരുണ്ട വിത്തും വരാം, അതുപോലെ തന്നെ ഉയരക്കുറവും ചുളുങ്ങിയ വിത്തും വരാം. ഓക്കെ, ഹൈറ്റ് കൂടിയതും റൗണ്ട് സീഡും ഒരുമിച്ച് വരാം, ഹൈറ്റ് കൂടിയതും റിങ്കിൾഡ് സീഡും ഒരുമിച്ച് വരാം, ഹൈറ്റ് കുറഞ്ഞതും റൗണ്ട് സീഡും ഒരുമിച്ച് വരാം, അതുപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞതും റിങ്കിൾഡ് സീഡും ഒരുമിച്ച് വരാം. ഓക്കെ, ഇനി നമുക്കൊരു പോയിന്റ് പഠിക്കാനുള്ളത്, നമ്മുടെ മാതൃസസ്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ടാം തലമുറയിൽ അതായത് F2 ജനറേഷനിൽ പ്രകടമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള പുതിയ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. യെസ്, പുതിയ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തുമാണ്. ഓക്കെ, ഹൈറ്റ് കൂടിയതും റിങ്കിൾഡ് സീഡുമാണ്, അതുപോലെ തന്നെ ഹൈറ്റ് കുറവും റൗണ്ട് സീഡുമാണ് നമുക്ക് F2 ജനറേഷനിൽ പ്രകടമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റേഷ്യോയും കൂടി നോക്കിയിട്ടൊന്ന് അവസാനിപ്പിക്കാം. റേഷ്യോ പറയുന്നു ഉയരം കൂടിയത് ഉരുണ്ട വിത്ത്, ഓക്കെ, ഹൈറ്റ് കൂടിയത് റൗണ്ട് സീഡ്, ദെൻ ഹൈറ്റ് കുറഞ്ഞത് റിങ്കിൾഡ് സീഡ്, ദെൻ ഹൈറ്റ് കുറഞ്ഞത് റൗണ്ട് സീഡ്, ദെൻ ഹൈറ്റ് കുറഞ്ഞത് റിങ്കിൾഡ് സീഡ്. അപ്പോൾ ആ റേഷ്യോ എത്രയാണ് വരിക? 9:3:3:1. ക്ലിയർ അല്ലേ? അപ്പോൾ 1 ഏതാണ്? അത് ഹൈറ്റ് കുറവും റിങ്കിൾഡ് സീഡും ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം, മാതാപിതാക്കളിൽ കാണാത്തൊരു ഗുണം എങ്ങനെയാണ് അവരുടെ അടുത്ത ജനറേഷനിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കുന്ന സമയത്ത് 2 അതിലധികമോ ഗുണങ്ങളെ തമ്മിൽ ക്രോസ് ചെയ്യിക്കുമ്പോൾ, ഓക്കെ, അതായത് 2 അതിലധികമോ ആയിട്ടുള്ള സ്വഭാവങ്ങളെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പം അവർ അടുത്ത ജനറേഷനിലേക്ക് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഈ 2 വ്യത്യസ്ത സ്വഭാവങ്ങൾ തമ്മിൽ ജോഡി ചേരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, പുതിയതായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അടുത്ത ജനറേഷനിൽ കാണുക. ഓക്കെ, അവർ ഡയറക്റ്റായി തന്നെ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടായിരിക്കും പുതിയ, അതായത് ന്യൂ ജോഡി, 2 പുതിയ അല്ലെങ്കിൽ 2 അതിലധികമോ പുതിയ സ്വഭാവങ്ങൾ കൂടിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ആവർത്തിക്കപ്പെടുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പാഠത്തിലെ ലാസ്റ്റ് ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഇവിടെ നോൺ മെൻ്റലിൻ ഇൻഹെറിറ്റൻസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് നോൺ മെൻ്റലിൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്? അതായത് മെൻ്റൽ എന്ന് പറയുന്നത് ജെനറ്റിക്സിൻ്റെ ഫാദറാണ്, അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങി വെച്ചത്. എന്നാൽ പോലും നമ്മൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം ജീനിൻ്റെയും അലീലിൻ്റെയും ബേസിലാണോ നടക്കുന്നത് എന്നുള്ള കാര്യം അല്ലേ. ഒരിക്കലുമല്ല. എങ്ങനെയൊക്കെയാണ്? ജീനുകൾ, അതുപോലെ തന്നെ നേച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, ഇതെല്ലാം നമ്മുടെ
ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനെല്ലാം ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ മെൻ്റലി ഇൻഹെറിറ്റൻസും കൂടി ജെനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം. ഓക്കെ, നോക്കിയാലോ? ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ നോൺ മെൻ്റലി ഇൻഹെറിറ്റൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റായിട്ട് പഠിക്കാനുള്ളത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? ഇവിടെ നമ്മളൊരു 4 o'clock പ്ലാന്റിനെ, ആ പ്ലാന്റിൻ്റെ ഫ്ലവർ കളർ റെഡാണ്, ആ റെഡ് കളർ ഫ്ലവറിനെ വൈറ്റ് കളർ ഫ്ലവറുള്ള ഒരു 4 o'clock പ്ലാന്റുമായിട്ട് വർഗ്ഗസങ്കരണം, അതായത് ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പ്രകടഗുണം, അതായത് ഡോമിനൻറ്റ് ട്രേറ്റിന് റെസസീവ് ട്രേറ്റിൻ്റെ അലീലിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മറക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വഴി ഉണ്ടാകുന്ന ജനറേഷനിൽ ഏത് കളറാണ് കിട്ടുന്നത്? പിങ്ക് ഫ്ലവറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രകടഗുണത്തിന് ഗുപ്തഗുണത്തെ കംപ്ലീറ്റ് ആയിട്ട് കവറപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടായിട്ട് പിങ്ക് കളർ ഫ്ലവർ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആനിമൽസ് ആയിട്ടുള്ള കൗസിലും അതുപോലെ തന്നെ ഹോസസിലും കാണുന്ന റോൺ റോട്ട് എന്ന് പറയുന്നത് കോഡോമിനൻസിന് ഒരു എക്സാമ്പിളാണ്. അതായത് കോഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അലീലുകളുടെയും ഗുണം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 അലീലുകളുടെയും നേച്ചർ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മൾട്ടിപ്പിൾ അലീലിസം പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ABO രക്തഗ്രൂപ്പുകളാണ്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. എങ്ങനെയാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് മൾട്ടിപ്പിൾ അലീലിസത്തിന് കാരണമാകുന്നത്? അതായത് നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ O ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള ജീൻസ് എന്ന് പറയുന്നത് IA, IB, I എന്നീ ജീനുകളാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ജീൻ എങ്ങനെയാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ എക്സാമ്പിളാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഇവിടെ ഒന്നിലധികം ജീനുകളുണ്ട്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ത്വക്കിൻ്റെ അല്ലെ സ്കിൻ കളറിൻ്റെ ഡിഫറൻസിലൂടെ പഠിക്കാൻ പറ്റുന്നതാണ് പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ത്വക്കിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്ന ജീനുകളുണ്ട് അല്ലേ? അപ്പം ഈ ജീനുകളുടെ പ്രവർത്തന ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിയിലൂടെയാണ് മെലാനിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, മെലാനിനാണ് നമ്മുടെ സ്കിൻ കളറിന് കാരണമായിട്ടുള്ള വസ്തു. ഓക്കെ, അപ്പോൾ ഈ മെലാനിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചിട്ട്, അത് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ടാണ് ഹ്യൂമൻ കളർ നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് വേരി ചെയ്ത് കാണാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മെലാനിൻ പ്രൊഡക്ഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി ഈ സിറ്റുവേഷനിലെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് പ്രകടഗുണത്തിന് അഥവാ ഡോമിനൻറ്റ് ട്രേറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഗുപ്തഗുണത്തെ, അതായത് റെസസീവ് ട്രേറ്റിനെ മറക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. രണ്ടാമതായിട്ടുള്ള കോഡോമിനൻസ് എന്ന് പറയുന്നത് 2 അലീലുകളും കംപ്ലീറ്റ് ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 2ൻ്റെയും ലക്ഷണങ്ങൾ ഒരേ സമയം കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത് ഒരു ജീനിന് തന്നെ 2ൽ കൂടുതൽ അലീലുണ്ടാവും. ഓക്കെ, അതായത് ഒറ്റ ജീനാണ്, പക്ഷേ അതിനെന്താവും? 2ൽ കൂടുതൽ അലീലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ മൾട്ടിപ്പിൾ അലീൽസം കാണാൻ പറ്റും. ഒരു ജീനിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 2ൽ കൂടുതൽ അലീലുകൾ ഉണ്ടാവും, പക്ഷേ അതിൽ 2 അലീലുകൾ മാത്രമേ സെലക്ട് ആവുള്ളൂ, അത് മാത്രമേ ഒരു ജീവിക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ എന്തുണ്ടാവും? 2ൽ കൂടുതൽ അലീൽസ് ഉണ്ടാവും. ഇപ്പോൾ ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ അലീൽസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നത്. ദെൻ പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്വഭാവം നിയന്ത്രിക്കുന്നത് തന്നെ ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ഓക്കെ, ഇവിടെ മോർ ദാൻ 1 ജീൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന വേരിയേഷൻ അനുസരിച്ച് അതിൻ്റെ നേച്ചറിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ത്വക്കിൻ്റെ നിറവ്യത്യാസത്തിന് പിന്നിൽ നിന്നുള്ളൊരു കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജീൻസിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ നമ്മുടെ ബോഡി കളർ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥ, നമ്മൾ ജീവിക്കുന്ന പ്രദേശം, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മളുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ ഡിൻ്റെ കണ്ടൻറ്റ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് കൂടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ ക്രോസിംഗ് ഓവർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് പുറകോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മൾ ക്രോമസോമിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണ് ഹ്യൂമൻ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത്? 46 ആണ്, അഥവാ 23 പേഴ്സ് ആണ് അല്ലേ? ഈ 23 പേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ജോഡി ഒരേപോലെയുള്ള ഗുണങ്ങളുള്ള ക്രോമസോമുകളാണ് തമ്മിൽ പെയർ ചെയ്യുന്നത് എന്ന് അല്ലേ? അവർക്കൊരു പേരും കൊടുത്തിട്ടുണ്ട്, ഹോമോലോഗസ് ക്രോമസോം എന്നുള്ളത് അല്ലേ? ഐഡൻറ്റിക്കൽ ക്രോമസോമാണ്. അവരെന്താണ് ചെയ്യുന്നത്? അവർ ഒരുപോലെയാണ് പെയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഒരു പാരൻറ്റിൽ ഒരുപോലെയാണ് പെയർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? അവിടെ വെച്ചിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് ഓഫ് സ്പ്രിങ്ങിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഈ സമയത്താണ് നമ്മൾ ക്രോസിംഗ് ഓവർ എങ്ങനെയാണ് എന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ? ഓക്കെ, ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്? കയാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഓഫ് ദ പെയർഡ് ക്രോമസോം ഈസ് കോൾഡ് കയാസ്മ. ഓക്കെ,
പെയർ ചെയ്തിട്ടുള്ള ക്രോമസോമിൻ്റെ ജോയിൻ ചെയ്യുന്ന ഭാഗത്തെയാണ് കയാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താണ് ക്രോസിംഗ് ഓവറിൽ നടക്കുന്നത്? ക്രോസിംഗ് ഓവറിൽ ഈ കയാസ്മ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ആയി പോകുന്നു, അതായത് മുറിഞ്ഞു പോകുന്നു. ഓക്കെ, ക്രൊമാറ്റിഡുകൾ അവിടെ വെച്ച് ബ്രേക്കായി പോവുകയും അങ്ങനെ അത് വേറൊരു ക്രോമസോമുമായി ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പിക്ചറിൽ കാണാൻ പറ്റും. ദ എക്സ്ചേഞ്ച് കോസസ് എ റീകോമ്പിനേഷൻ ഓഫ് അലീൽസ്, അതായത് റീകോമ്പിനേഷൻ നടക്കുന്നു, അതായത് പുതിയൊരു ക്രോമസോമുമായിട്ട് അവർ ജോയിൻ ചെയ്യുന്നു. ആ ക്രൊമാറ്റിഡുകൾ പോയി ജോയിൻ ചെയ്യുന്നു, ഇവിടെ വെച്ച് കട്ടാവുന്നു, അവിടെ പോയി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താകാം? ചിലപ്പോൾ അവിടെ ഒരേപോലെയുള്ള ക്യാരക്ടർ വന്ന് ചേരാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അതായത് ഗുണങ്ങളിൽ തന്നെ വിപരീതമായിട്ടുള്ള ക്യാരക്ടർ വന്ന് ചേരാം. ഓക്കെ, ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് പോലെയുള്ള വിപരീതമായിട്ടുള്ള ഗുണങ്ങളുണ്ടല്ലോ, അത് വന്ന് ചേരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരേപോലെയുള്ള ഗുണങ്ങളായിരിക്കും. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ആക്ച്വലി ഒരു ബേബി ഉണ്ടാകുന്ന സമയത്ത് ആ ബേബിയിലെ ക്രോമസോം അറേഞ്ച്മെൻറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറ്റിക് അറേഞ്ച്മെൻറ്റും എല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഈ നാച്ചുറലായി നടക്കുന്ന ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ക്രോസിംഗ് ഓവർ പഠിക്കുന്ന സമയത്ത് ഓക്കെ അവിടെ പെയർ ചെയ്തിരിക്കുന്നത് ക്രോമസോം. അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോഴാണ് ക്രോസിംഗ് ഓവറിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അവിടെ രണ്ട് ക്രോമസോമുകൾ തമ്മിൽ പെയർ ചെയ്യുന്ന സമയത്ത് അവിടെയാണ് കയാസ്മ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാകുന്നത്, അതായത് രണ്ട് ക്രോമസോം ബ്രാഞ്ചസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ്. ഓക്കെ, ഈ കയാസ്മയിൽ വെച്ചിട്ട് ക്രൊമാറ്റിഡുകൾ കട്ടായി പോകുന്നു, അതായത് മുറിഞ്ഞു പോകുന്നു. ആൻഡ് പുതിയൊരു ക്രോമസോമുമായിട്ട് ഈ ക്രൊമാറ്റിഡ് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അവിടെ റീകോമ്പിനേഷൻ നടക്കുന്നു, പുതിയ ഒരു സ്വഭാവം അടുത്ത തലമുറയിൽ പ്രകടമാകുന്നു. ഓക്കെ, അപ്പോൾ ഈ പുനഃസംയോജനമാണ് നമ്മൾ പ്രധാനമായും ക്രോസിംഗ് ഓവറിൽ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് മ്യൂട്ടേഷൻ കൂടി കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പമാവട്ടോ. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവിയുടെ ഒരു ലൈഫിൻ്റെ ജനിതക ഘടനയിൽ അഥവാ ആ ജീവിയുടെ ജനറ്റിക് അറേഞ്ച്മെൻറ്റിൽ സഡൻ ആയിട്ടുണ്ടാകുന്നൊരു ചേഞ്ച്. ഓക്കെ, പെട്ടെന്നുണ്ടാകുന്നൊരു ചേഞ്ച് അതെന്ത് ചെയ്യും? അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ചിലപ്പോൾ അതൊരു അസുഖത്തിൻ്റെ കേസിലൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്നൊരു ചേഞ്ചാണ്. ഓക്കെ, നമ്മുടെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ അറേഞ്ച്മെൻറ്റിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. ഓക്കെ, അതെന്ത് ചെയ്യും? അത് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ഇനി DNA അഥവാ നമ്മുടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് അഥവാ DNA ഇരട്ടിക്കൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഏതെങ്കിലും കെമിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയേഷനായിട്ടുള്ള എക്സ്പോഷറോ അല്ലെങ്കിൽ അതുമായിട്ട് വരുന്ന കോൺടാക്റ്റോ ഒക്കെ ഈ പറയുന്ന മ്യൂട്ടേഷന് കാരണമാകും. ഓക്കെ, റേഡിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിനെ ബാധിക്കുന്നൊരു ഘടകമാണ്. ഓക്കെ, ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ മേഖലകളെ പറ്റിയിട്ടാണ് ലാസ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അത് ജീൻ എഡിറ്റിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലെ പുതിയ പരീക്ഷണങ്ങൾ, കണ്ടെത്തലുകൾ, ഇതൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതൊന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പം പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, എല്ലാം ഒന്നും കൂടി പോയിൻ്റ് വൈസ് പഠിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.